പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രഭാത വചനധ്യാനത്തിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിക്കുന്നവർ, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ പ്രെയർ റിക്വസ്റ്റായിട്ട് എഴുതിയിടുന്നതെല്ലാം എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അത് നിങ്ങൾ കൊടുത്ത ഗൗരവമാണ്. ഈ കമൻ്റ് എഴുതി പ്രാർത്ഥന വിഷയം എഴുതിയിടുന്നത് ബുദ്ധിമുട്ടാണെന്ന് സാധാരണഗതി ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾക്ക് അത്രയും ദൈവസന്നിധിയിൽ അതിനെ വിശ്വസിക്കുന്നുകൊണ്ടും ഒക്കെയാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഞങ്ങളതിനെ ആ ഗൗരവത്തിൽ തന്നെ ദൈവസന്നിധിയിൽ അതെടുത്ത് പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നു. ചിലർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മറുപടികൾ കിട്ടിയത് അറിയിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് ഈ ലൈവിലൂടെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ദയവായിട്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് സന്തോഷമാണെങ്കിൽ, ഇതൊരു മലയാളത്തിൽ മാത്രമുള്ളൊരു പ്രോഗ്രാമാണ്. ട്രാൻസ്ലേഷൻ വെക്കാതെ, ട്രാൻസ്ലേറ്റർ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ്. അന്നേരം മലയാളത്തിലായതുകൊണ്ട് നമ്മൾ നല്ലതാണ്, ഏറ്റവും സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്നത്, പറയുന്ന നമ്മളൊരിക്കലും നല്ലതാണെങ്കിൽ മനസ്സിൽ വെക്കത്തുള്ളൂ, ഇത് പറയില്ല. സ്നേഹം കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സജഷനുകൾ, ചിലതിനകത്ത് സജഷനുകളൊക്കെ പറഞ്ഞ് അയച്ചു. വളരെ സന്തോഷം. നിങ്ങളിതിനെ സീരിയസായി ഗൗരവമായി എടുക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഉപസിച്ചവർ, കൂടെ പ്രാർത്ഥിച്ചവർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിളായി ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്ത് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണല്ലോ. അതിനകത്തെ പ്രാർത്ഥന എന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യം പറയുകയാണ്. ഒന്ന്, പ്രാർത്ഥന 3 പ്രധാന രീതിയിൽ അന്യഭാഷയിലെ പ്രാർത്ഥനയെ ബൈബിളിൽ വായിക്കുന്നു. ബൈബിൾ നമ്മളെ വിശദമാക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. പൗലോസ് പറയുന്നത്, ഞാൻ എല്ലാവരേക്കാൾ അധികമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നയാളാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നയാളാണ്. അതിന് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ 3 ഘട്ടങ്ങൾ അതിനകത്ത് ഉണ്ട്. ഈ അന്യഭാഷയ്ക്ക് തന്നെ അന്യഭാഷ ഒന്നാമത്തെ ഘട്ടം, അത് അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അത് മനുഷ്യനെയോ അഡ്രസ്സ് ചെയ്യുന്നതാണ്. മനുഷ്യനെയോ സ്ഥലങ്ങളെയോ അഡ്രസ്സ് ചെയ്യുന്നതാണ് അന്യഭാഷ തന്നെ. എന്ന് വെച്ചാൽ ഒരു കൂട്ടമിരുന്ന് അന്യഭാഷ പറയുമ്പോൾ അത് മനുഷ്യരെ, അതിനെ സത്യത്തിൽ വേണമെങ്കിൽ ഇച്ചിരൂടെ ഒരു പഠനാർത്ഥം, ഒരു സ്പിരിച്വൽ നെയിമിൽ അത് വിളിക്കണമെങ്കിൽ അതിനെ അന്യഭാഷയെ ഒന്നാം ഘട്ടത്തിനെ മിഷണറി ഭാഷ എന്ന് വിളിക്കാം. മിഷണറി ഭാഷ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന് വായിക്കുന്ന വചനം, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 8, 9, 10, 11 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആ അന്യഭാഷ സത്യത്തിൽ ഒരു മിഷണറി ഭാഷയായിട്ട്, ആ അന്യഭാഷ ഒരു മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഭാഷയായിട്ടാണ് ആ അന്യഭാഷ അവിടെ വന്നത്. എന്ന് വെച്ചാൽ ചൈനീസും, ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനീസാണ് ചൈനീസ്, മലയാളിക്ക് മലയാളം, അറബിക്ക് അറബി ഭാഷയിൽ, അവരവരുടെ ഭാഷയിൽ ഈ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെട്ടു. പറയുന്നവർ അന്യഭാഷയാണ് പറയുന്നത്. പറയുന്നവർക്ക് ആ കേൾക്കുന്നവരുടെ ഭാഷ അറിയില്ല. പക്ഷേ അവർ അന്യഭാഷയെ സംസാരിച്ചപ്പോൾ മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഭാഷ, ആ കേൾവിക്കാരനെ അഡ്രസ്സ് ചെയ്യുന്ന ഭാഷ കിട്ടി. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ 100 വർഷത്തിന് മുമ്പ് ആരംഭിച്ച അസൂസ റിവൈവലിൽ ആളുകൾ ഓരോ ഭാഷ, അതാത് രാജ്യത്തിൻ്റെ ഭാഷ, മിഷണറി ഭാഷ സംസാരിച്ചു. അതിനകത്ത് ഇന്ത്യയിലേക്ക് വന്നവർ ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ ഭാഷയൊക്കെ സംസാരിച്ചിട്ടാണ് ഇന്ത്യയിലോട്ട് വരുന്നത്.
അവർ ചെയ്യുന്നത് ഇതിനെ മിഷണറി ഭാഷ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഏത് ദേശത്തിൻ്റെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് ആ ആളിനെ ആ സഭ പ്രാർത്ഥിച്ച് ആ ദേശത്തിൻ്റെ മിഷണറി ആയിട്ട് അയക്കും. ഇപ്പം ഞാൻ സംസാരിച്ചത് ചൈനീസാണ്, എനിക്ക് ചൈനക്കാരും അറിയത്തുമില്ല, ചൈനീസ് ഞാൻ പഠിച്ചിട്ടുമില്ല. പക്ഷേ അന്യഭാഷയിൽ ചൈനീസ് സംസാരിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചൈനീസിൻ്റെ മിഷണറിയാണ്, ചൈനക്കാരുടെ മിഷണറിയാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എനിക്ക് ഈ തലമുറയിൽ അന്യഭാഷയിൽ ചില സ്ഥലത്തിൻ്റെ പേര് അന്യഭാഷയായിട്ട് പറഞ്ഞിട്ട് ആ സ്ഥലത്തെ മിഷണറിയായി പോയ ചില സഹോദരങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ആഫ്രിക്കയിൽ അങ്ങനെ നിൽക്കുന്നവർ, നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നിൽക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ അങ്ങനെ നിൽക്കുന്നവരെ ഞാൻ കണ്ടു. അന്യഭാഷ അവർക്ക് ആ പറയുന്ന സമയത്ത് ഇത് എവിടാണെന്ന് പോലും അറിയില്ല, അതൊരു മിഷണറി ഭാഷയായിട്ട് അവർക്ക് വന്നു. ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയ്ക്കായിട്ട് പറയുകയാണ്, നമ്മുടെ ഇടയിൽ ഈ മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന അന്യഭാഷ കൂടുതൽ വരാൻ, കൂടുതൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ആഗ്രഹിച്ചാൽ ദൈവം ഇത് തരും. 2, അന്യഭാഷ. അടുത്തത് ദൂതന്മാരുടെ ഭാഷയായിട്ട് ബൈബിൾ പറയുന്നു. പ്രാർത്ഥനയുടെ അന്യഭാഷയുടെ അടുത്തൊരു ഘട്ടം ദൂതന്മാരുടെ ലോകത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ മനുഷ്യരുടെ ഭാഷ സംസാരിച്ചാലും ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും എന്ന ഒരു പദപ്രയോഗം പൗലോസ് കൊരിന്ത്യർ സഭയോട് അഡ്രസ്സ് ചെയ്യുകയാണ്. സ്നേഹത്തിനോടുള്ള ബന്ധത്തിലാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാമത്തെ വചനത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനുഷ്യരുടെ ഭാഷയിലും ദൂതന്മാരുടെ എന്ന് വെച്ചാൽ അതിന് ഭാഷയിൽ സംസാരിച്ചാലും, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂതന്മാരുടെ ഭാഷ സംസാരിക്കാൻ പറ്റുമെന്നാണ്. എന്ന് വെച്ചാൽ എബ്രായ ലേഖനം പറയുന്നത് ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണെന്നാണ്. നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം ആക്കിയതാണ് ദൈവദൂതന്മാരെ. അന്നേരം അവരെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഭാഷയുണ്ട്. ആ ഭാഷ പഠിച്ചിട്ട് പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ ചിലത് അവരുടെ ലോകത്തിന് മെസ്സേജ് കൊടുക്കുകയാണ്. അതിന് അന്യഭാഷ ദൂതന്മാരുടെ ഭാഷയായിട്ട് മാറും. നിങ്ങളൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഒത്തിരി കൈ നീട്ടാതെ, മനുഷ്യരുടെ മുമ്പിൽ കരയാതെ, നിങ്ങൾ ആളുകളോട് പറഞ്ഞിട്ടൊന്നും നടക്കാതെ തടസ്സങ്ങളാണെങ്കിൽ പെട്ടെന്ന് വാഹനത്തിന് ഗിയറ് മാറ്റുന്നത് പോലെ ഗിയറ് മാറ്റാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയുടെ ഗിയറ് മാറ്റുക, ദൂതന്മാരുടെ ഭാഷയിലേക്ക് പോകുക. സഹായങ്ങൾ അവിടെ നിന്ന് എത്തുന്നത് നീ കാണാൻ പോകുകയാണ്. 3-ാമത്തേത് അന്യഭാഷ. ബൈബിൾ പറയുന്നത്, പ്രത്യേകിച്ച് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവത്തോട് സംസാരിക്കുകയാണ്. മനുഷ്യരത് തിരിച്ചറിയുന്നില്ല. അന്യഭാഷ, ആ അന്യഭാഷ പ്രാർത്ഥനാ ഭാഷയാണ്. ദൈവത്തോട് സംസാരിക്കുകയാണ്. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നതാണ്. നാം കേൾക്കുന്ന പറയുന്നയാളിന് അത് ആത്മീയ വർധന വരുത്തുന്നതാണ്. ഇത് മനുഷ്യർക്ക് കേട്ടാൽ മനസ്സിലാവത്തില്ല, ദൂതന് കേട്ടാൽ മനസ്സിലാവത്തില്ല. ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥന വിഷയത്തിക്കുന്നതാണ്. കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത്. ലൂക്കോസ് പറയുന്ന അന്യഭാഷയുടെ ഏറിയ മിഷണറി ഭാഷയാണ്. പൗലോസ് കൂടുതലും അഡ്രസ്സ് ചെയ്തേക്കുന്നത് പ്രാർത്ഥനാ ഭാഷയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ പ്രാർത്ഥനാ ഭാഷ, അന്യഭാഷ ഉപയോഗിക്കുക. പൊതുസ്ഥലങ്ങളിൽ നാം മിഷണറി ഭാഷ ഉപയോഗിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ രഹസ്യ സ്ഥലങ്ങളിൽ നിങ്ങൾ കൂടുതലായി പ്രാർത്ഥനയിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് ദൈവം നിങ്ങൾക്ക് തന്ന അൺസീൻ വേൾഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തന്ന ഏറ്റവും ശക്തമായ മീഡിയയാണ് അന്യഭാഷ എന്നത്. അന്നേരം നിങ്ങൾ ദൈവത്തോട് ഇനി സംസാരിക്കുമ്പോൾ ചിലത് ദൈവത്തോടാണ്, ചിലത് ദൂതന്മാരോടാണ്, ചിലത് മനുഷ്യരോടാണ്, ചില ദേശങ്ങളെ നിങ്ങളെ വെച്ച് അഡ്രസ്സ് ചെയ്യാനാണ്. എത്ര പേർ ഈ പ്രഭാതത്തിൽ അത് വിശ്വസിക്കുന്നു? ഇത് 3 നിങ്ങൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? ദൈവം നമ്മളെ ഒരാത്മീയ സത്യം കേൾപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത് തുറക്കാൻ സമയമായി, തരാൻ സമയമായതുകൊണ്ടാണ് ഒരാത്മീയ രഹസ്യം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ മിഷണറി ഭാഷ, സഭ അപ്പോസ്തല പ്രവൃത്തിയിൽ ആരംഭിച്ച മിഷണറി ഭാഷ, അസൂസയിൽ ആരംഭിച്ചത്,
പെന്തിക്കോസ്തിൻ്റെ പ്രാരംഭത്തിൽ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ചത്, കണ്ടത് ഞങ്ങൾക്ക് മടക്കി തരണേ കർത്താവേ. ആ മിഷണറി ലാംഗ്വേജ്, അവരവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നത്, പ്രവചിക്കാൻ കഴിയുന്നത്, പ്രസംഗിക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് തരണമേ. ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഭാഷ ഞങ്ങൾക്ക് പറയാൻ, ആ ഗിയർ ചേഞ്ച് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ, മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥന എത്തിക്കുവാൻ, ആ പ്രാർത്ഥന ഞങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തുന്ന വിധത്തിൽ എത്തിക്കുവാൻ സഹായിക്കണം. ഇത് മൂന്നും ഞങ്ങൾക്കുണ്ടാകട്ടെ, ഇത് മൂന്നും ഞങ്ങൾ ആസ്വദിക്കട്ടെ, ഇത് മൂന്നും ഞങ്ങളുടെ തലമുറകൾ അനുഭവിക്കട്ടെ, ആസ്വദിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇത് കേട്ട എല്ലാവരുടെ മേലും ഇത് തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദയവായി വേഗത്തിൽ ഞങ്ങൾക്ക് അയച്ചാട്ട്. ഇത് അനുഗ്രഹമായി എന്നുള്ളവർ ദയവായി അതൊന്ന് കമൻറ്റ് ചെയ്താട്ട്. കമൻറ്റ് ചെയ്യുമ്പോൾ ദൂതന്മാരുടെ ഭാഷ ഞാൻ സംസാരിക്കും, മിഷണറി ഭാഷ ഞാനും എൻ്റെ തലമുറയും സംസാരിക്കും പ്രഖ്യാപിച്ചാട്ട്. ദൈവത്തോട് കൂടുതൽ, മറ്റെല്ലാവരേക്കാൾ കൂടുതൽ പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെയോട് സംസാരിക്കാൻ ഈ ഭാഷ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് നാളെ കാണാം. ഗോഡ് ബ്ലസ് യു.